എൻ്റെ പേര് ബേസിൽ, വീട് കോഴിക്കോടാണ്. പത്രത്തേക്കിടെ കണ്ട് അറിവുള്ളതുകൊണ്ട് ഒരു കണ്ടുപരിചയമുള്ളൊരു വാക്കാണ് ജിഹാദ് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? പത്രത്തിലൂടെ കണ്ട ജിഹാദ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ്. പത്രത്തിലൂടെ കണ്ട ജിഹാദ് എന്ന് പറഞ്ഞാൽ കൊല്ലലും കൊലവിളിയും ബോംബ് വെക്കലും RDXും പിന്നെ തീവ്രവാദവും ഭീകരവാദവും അല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന ജിഹാദ് ഇതൊന്നുമല്ല. ഇസ്ലാം പറയുന്ന ജിഹാദ് എന്നത് വളരെ കൃത്യമായ, വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ചില കൃത്യമായ കാര്യങ്ങളാണ്. ഖുർആനിൽ ജിഹാദ് എന്ന പദം പ്രയോഗിക്കപ്പെട്ട ഒരുപാട് അവസരങ്ങളുണ്ട്. ജിഹാദ് എന്നതും പിന്നെ യുദ്ധത്തിന് അറബിയിൽ പറയുന്നത് ഖിത്താൽ എന്നാണ്. ഖിത്താൽ. ജിഹാദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം പരമാവധി പരിശ്രമിക്കുക ഒരു കാര്യം നേടുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. നമ്മൾ ത്യാഗപരിശ്രമം എന്ന് പറയില്ല മലയാളത്തിൽ. അതാണ് ജിഹാദ് എന്ന പദത്തിന് നേർക്കുനേരുള്ള അർത്ഥം. ഒരാൾ മുസ്ലിം ആകുമ്പോൾ അയാൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾ പ്രകാരമുള്ള ജീവിതം. ഇന്നലെ വരെ എന്താണ് സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾ എന്നറിയാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് ഇന്നലെ വരെ അയാൾ ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സ്, അയാളുടെ തൃഷ്ണ അത് ആസ്വദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം. മദ്യമാണെങ്കിലും മദിരാക്ഷിയാണെങ്കിലും ലോട്ടറി ആണെങ്കിലും പലിശയാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗന്ദര്യാസ്വാദനമാണെങ്കിലും ഇതൊന്നും, ഇതിനോടെല്ലാം തന്നെ സ്വാഭാവികമായും മനസ്സാഗ്രഹിക്കുമ്പോഴും അത് പിടിച്ചു നിർത്തുവാൻ അവന് കഴിയണം. സ്വന്തത്തോടുള്ള ത്യാഗപരിശ്രമം ജിഹാദ് എന്നാണ് അതിന് പറയുന്നത്. ഒരു മുസ്ലിം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ കണ്ടിട്ട് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമായാൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരു തിന്മ വിചാരം വന്നാൽ ഉടനെ തന്നെ കണ്ണ് താഴ്ത്തണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ത്യാഗമാണ്. നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അതിന്റെ ഒരു ശതമാനം പാവപ്പെട്ടവന്റേതാണെന്നും അത് മാറ്റി നിർത്തണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഞാൻ ഉണ്ടാക്കിയ സ്വത്ത്, എന്റെ സ്വത്ത് ഒരു ശതമാനമാണ് മാറ്റി നിർത്തുക. ത്യാഗം തന്നെയാണ്. അതൊരു ശതമാനം കൃത്യമായിട്ട് പാവപ്പെട്ടവന്റെ ആണെന്നാ, അത് പോവാതെ നിന്റെ സ്വത്ത് ശുദ്ധാവൂല എന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഇത് സ്വന്തത്തോടുള്ള ജിഹാദാണ്. രണ്ടാമതായി ഈ സത്യം, ഞാൻ നേരത്തെ പിന്നെ എന്റെ സുഹൃത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും ജിഹാദാണ്. ഖുർആനിൽ പറയുന്നു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആനിലെ 25-ാമത്തെ അധ്യായം 52-ാമത്തെ വചനമാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് താഹില 52-ാമത്തെ വചനം. എന്താ? നിങ്ങൾ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഖുർആനില് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ നിങ്ങൾക്കറിയാം ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്താ, അത് എറിഞ്ഞാൽ പൊട്ടൂല, അല്ലെ? എവിടെയെങ്കിലും വെച്ചാൽ പൊട്ടിത്തെറിക്കൊന്നുമില്ല. എന്താ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? അതൊരാശയ പ്രചാരണമാണ്. നമുക്കറിയാം, ഖുർആൻ സകല അന്ധവിശ്വാസങ്ങളെയും നീക്കുന്ന വെളിച്ചമാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം, പരിശ്രമിക്കണം, ത്യാഗപരിശ്രമം നടത്തണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ആദർശ പ്രബോധനം എന്നത് നമ്മുടെ ദൗത്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ആദർശ പ്രബോധനം ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ ദൗത്യമാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത്. ഒരു ഇസ്ലാമികമായ സംവിധാനമുള്ള രാജ്യം ഉണ്ടായിരുന്നു വിചാരിച്ചു. ആ രാജ്യത്തിന്റെ ദൗത്യമാണ് ഈ സന്ദേശം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഈ സന്ദേശ പ്രചാരണം തടസ്സപ്പെടുമ്പോൾ മുസ്ലിമായി ഒരു സ്ഥലത്ത് മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയെന്ന് വിചാരിക്കും ആളുകൾ, അവർ ന്യൂനപക്ഷം. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ആളുകളുടെ ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നത്. അത്തരം ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് താനും. അതിനും അതിനെ ഖിത്താൽ എന്നാ പറയാ, പക്ഷെ ആ ഖിത്താലും ജിഹാദിന്റെ ഭാഗമാണ്. അതാരാ ചെയ്യേണ്ടത്? ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണ്.
അതെന്തിനാ ചെയ്യേണ്ടത്? ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുമ്പോഴാണ്, ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുമ്പോഴാണ്. ഇന്ന് സകല ഭീകരവാദികളും ഞങ്ങൾ ജിഹാദികളാണ് എന്ന് പറയുകയും അവര് ഉണ്ടാക്കുന്ന എല്ലാ തോന്നിവാസവും ജിഹാദിന്റെ പിന്നെ കണക്കിൽ വരവെക്കപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇതൊന്നും ജിഹാദല്ല. ഇസ്ലാമിലെ ജിഹാദ് അത് ഈ ഒരു സമരം ജിഹാദായി തീരണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ നിബന്ധന തന്നെ അതൊരു രാഷ്ട്ര സംവിധാനത്തിന്, നിയതമായ ഒരു സംവിധാനത്തിന് കീഴിലുള്ളതാകണം. നിയതമായൊരു സംവിധാനത്തിന് കീഴിൽ ഇപ്പോ ആർക്കും ഏതൊരു ഗറില്ല ഗ്രൂപ്പിനും ഇപ്പൊ ഞാനിവിടെ ഒരാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് ജിഹാദ് വിളിക്കുക ഇല്ല, ഇസ്ലാമിൽ അതില്ല. രാഷ്ട്ര സംവിധാനം, ആ രാഷ്ട്രത്തിന്റെ നേതൃത്വം, ആ നേതൃത്വമാണ് ജിഹാദിന് ആഹ്വാനം ചെയ്യേണ്ടത്. അതെപ്പോ വെറുതെ ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും രാഷ്ട്രീയമായ വൈര്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു പടയോട്ടത്തിനും ജിഹാദ് എന്ന് പറയില്ല. ആദർശ പ്രബോധനത്തിന് ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, അതേപോലെ തന്നെ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി സമരം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു. അതാകട്ടെ അടിസ്ഥാനപരമായ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണല്ലോ. അതാണ് ഇസ്ലാം പറയുന്ന ആ ജിഹാദിന്റെ ഏറ്റവും പൂർണ്ണ രൂപം. യഥാർത്ഥത്തിലുള്ള ജിഹാദ് ആരംഭിക്കുന്നത് വ്യക്തിയുടെ സംസ്കരണത്തിൽ നിന്നാണ്, സ്വന്തം ഇച്ഛയോടുള്ള സമരത്തിൽ നിന്നാണ് ജിഹാദ് തുടങ്ങുന്നത്. ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള താക പരിശ്രമങ്ങളെല്ലാം ജിഹാദാണ്. ആദർശമനുസരിച്ച് ജീവിക്കുവാനും ആദർശ പ്രബോധനം തടസ്സപ്പെടുകയാണെങ്കിൽ അത് നീക്കുവാനും വേണ്ടി ഒരു സായുധ സമരം വേണ്ടി വന്നാൽ ആ സായുധ സമരം ഒരു നിയതമായ രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ അത്തരം സായുധ സമരവും ജിഹാദാണ് എന്ന്